ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവർക്കും എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പുതുതായിട്ടുള്ള നിങ്ങളുടെ ഹിന്ദി ടീച്ചറാണ്. മേരാ നാം രമ്യ. അപ്പോൾ നിങ്ങൾ 2 ചാപ്റ്റേഴ്സ് പഠിച്ചു. ഏതൊക്കെയാ? ഒന്ന് ബീർ ബഹൂട്ടിയും പഠിച്ചു, ഹതാശാസേ വ്യക്തി ബൈഠ് ഗയാ ഹെ, അത് 2 പഠിച്ചു. നമുക്കറിയാം ബീർ ബഹൂട്ടിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നിങ്ങൾ ചെയ്തു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഹതാശാസേ വ്യക്തി ബൈഠ് ഗയാ ഹെ, അതിനകത്തും എന്തുണ്ട്? ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, 1-2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, ആസ്വാദൻ ടിപ്പണിയുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ ടൂട്ടാ പഹിയ. തേർഡ് ചാപ്റ്റർ ടൂട്ടാ പഹിയ. ഈ ടൂട്ടാ പഹിയ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ടൂട്ടാ പഹിയ ഇല്ല. നമുക്ക് നോക്കാം. ടൂട്ടാ പഹിയ എന്ന് വെച്ചാൽ ഒരു പൊട്ടിയ ചക്രം. പൊട്ടിയ ചക്രമാണ്. നമ്മളറിയാം സൈക്കിളിൻ്റെയൊക്കെ ട്യൂബുണ്ട്. സൈക്കിളിൻ്റെയൊക്കെ ട്യൂബൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ടയറുണ്ടെന്ന് വണ്ടി ഓടിച്ച് കളയും അല്ലേ? അതിന് ഉപയോഗിക്കാം. കുടയുടെ കാലൊടിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? മഴ പെയ്യാതെ യൂസ് ചെയ്യാം. ഇതുപോലൊരു കഥാപാത്രമാണ് നമ്മുടെ ടൂട്ടാ പഹിയ എന്ന് പറയുന്നത്. ധർമ്മവീർ ഭാരതിയുടെ ഒരു കവിതയാണ് ടൂട്ടാ പഹിയ. ഈ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിത മഹാഭാരത കഥയുമായി ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. അതായത് മഹാഭാരത കഥയിലെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ടൂട്ടാ പഹിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു വ്യക്തിയല്ല. ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞാൽ പൊട്ടിയ ചക്രം. ഈ ടൂട്ടാ പഹിയ എന്ന കഥാപാത്രം എന്ന ഈ കവിത ധർമ്മവീർ ഭാരതി എഴുതിയതാണ്. അതായത് ഹിന്ദിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കവിയാണ് ധർമ്മവീർ ഭാരതി എന്ന് പറയുന്നത്. ഈ ധർമ്മവീർ ഭാരതി ചെറിയ ചെറിയ നിസ്സാര വസ്തുക്കളെയൊക്കെ എടുത്തിട്ട് അതിനകത്ത് മാനുഷിക പ്രതീകാത്മകതയെ കാണിക്കുന്നതാണ് ഈ ധർമ്മവീർ ഭാരതിയുടെ കവിതകൾ കൂടുതലും. ഇവിടെ ധർമ്മവീർ ഭാരതി ഒരു പൊട്ടിയ ചക്രകഷ്ണം, അതായത് ഒരു പൊട്ടിയ ചക്രത്തെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹത്തിൽ നിസ്സാരമായ ചില കാര്യങ്ങളെ പറയുകയാണ്. മനുഷ്യൻ്റെ സമൂഹത്തിലെ ഒരു നിസ്സാര ഒരു വസ്തുവാണ് പൊട്ടിയ ചക്രം. ആണല്ലോ നമ്മുടെ നാട്ടിൽ ഒരു പൊട്ടിയ ചക്രം നമ്മളെടുത്ത് കളഞ്ഞിട്ട് പോകും. അതുപോലെ പൊട്ടിയ ചക്രം ഒരു നിസ്സാര വസ്തുവാണ്. ആ നിസ്സാര വസ്തുവിനെ ഒരു മനുഷ്യൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെ എടുത്തിട്ടുള്ള ഒരു കവിതയാണ് ടൂട്ടാ പഹിയ എന്ന് പറയുന്നത്. ഇനി ഈ ടൂട്ടാ പഹിയ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? ഉപകരിക്കാൻ പറ്റും. ഒരു പട്ടി കടിക്കാൻ വരുവാണെങ്കിൽ പൊട്ടിയ ചക്രകഷ്ണം എടുത്താൽ പട്ടിയുടെ ദേഹത്തോട്ട് ഇങ്ങനൊരു അവസ്ഥയിലുള്ളതാണ്. ഈ മഹാഭാരത കഥയെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം, പക്ഷെ ഞാനിവിടെ കുറച്ച് കഥ പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത് മഹാഭാരത കഥയെന്ന് വെച്ചാൽ ആരൊക്കെ തമ്മിലുള്ളതാണ്? കൗരവരും പാണ്ഡവരും തമ്മിലുള്ള കഥയാണ് മഹാഭാരത കഥ. ആണല്ലോ. കൗരവർ എത്ര പേരുണ്ട്? 101 പേരുണ്ട്. ഒരു പെണ്ണും കൂടെ ചേർന്ന് 100 + 1 101 ഉണ്ട്. ഇനി പാണ്ഡവരോ 5 പേരും ഉണ്ടല്ലോ. അവരുടെ കൂടെ ഒരു പാഞ്ചാലിയുമുണ്ട്. 2 ഓരോ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അപ്പം ഈ ടൂട്ടാ പഹിയയിൽ എന്താണ് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്? നമുക്കറിയാം അഭിമന്യു എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഈ അഭിമന്യു എന്താ കഥാപാത്രം എന്ന് പറയാനുള്ള കാര്യം, അഭിമന്യു എന്ന് പറയുന്ന ആരുടെ പുത്രനാണ്? അർജുനൻ്റെ പുത്രനാണ് അഭിമന്യു. അർജുനൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അളിയനാണ് അല്ലേ? അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സിസ്റ്ററായ സുഭദ്രയെ കല്യാണം കഴിച്ചിരിക്കുന്നത് ആരാണ്? അർജുനനാണ്. അപ്പം അഭിമന്യുവിൻ്റെ അമ്മാവനാണ് ആര്? നമ്മുടെ ശ്രീകൃഷ്ണൻ. അപ്പം ഈ അഭിമന്യു എന്ന് പറയുന്ന ഒരു മെയിൻ കഥാപാത്രമാണ്. അതായത് മഹാഭാരത കഥയിൽ അർജുനൻ്റെ ഭാര്യയായ സുഭദ്രയും അർജുനനും അഭിമന്യുവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അഭിമന്യുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കൽ കൗരവ പാണ്ഡവ യുദ്ധം നടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? നമ്മുടെ സുഭദ്ര ഗർഭിണിയായിരുന്നു, പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ ഗർഭിണിയായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ അഭിമന്യു, ഈ കുഞ്ഞഭിമന്യു സുഭദ്രയുടെ വയറ്റിലായിരുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൗരവ പാണ്ഡവ യുദ്ധം തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചക്രവ്യൂഹം ചമയ്ക്കുന്നതിനെ പറ്റിയും ചക്രവ്യൂഹത്തിൽ എങ്ങനെ അകപ്പെട്ടു പോകും എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഇങ്ങനെ ഭയങ്കര ഡിസ്കഷനായിരുന്നു അവരുടെ വീട്ടിൽ. അർജുനനും നമ്മുടെ ശ്രീകൃഷ്ണൻ തമ്മിലുള്ള ഭയങ്കര ഡിസ്കഷനായിരുന്നു. ആ ഡിസ്കഷൻ്റെ സമയത്ത് സുഭദ്ര ഉണ്ടായിരുന്നു. അപ്പോൾ സുഭദ്ര എന്ത് ചെയ്തു? ഈ കഥകളൊക്കെ കേട്ടുണ്ട്. സുഭദ്ര കേൾക്കുന്നതിനോടൊപ്പം തന്നെ സുഭദ്രയുടെ വയറ്റിലുണ്ടെന്ന അഭിമന്യുവും ഇത് കേട്ടു. അപ്പോൾ അഭിമന്യു എന്ത് സംഭവിച്ചു? കുറച്ചു നേരം ഇത് കേട്ടുകൊണ്ടിരുന്നു. ഈ ചക്രവ്യൂഹത്തിലേക്ക് കയറിപ്പോകുന്ന വഴി, അതായത് ചക്രവ്യൂഹം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? വലിയ ഒരു അക്ഷൗഹിണി സേനകൾ, അതായത് കാലാൾപ്പടയും കുതിരപ്പടയും അതുപോലെ രഥം, തേര് ഇങ്ങനെ ചേർന്ന, അതായത് അക്ഷൗഹിണി സേന എന്ന് പറഞ്ഞാൽ 21,870 രഥങ്ങളുണ്ട്. അതായത് 65,610 കുതിരപ്പടകളുണ്ട്. 1,90,000 കാലാൾപ്പടകളുണ്ട്. അങ്ങനെ കുറേ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒന്ന് വളയം ചെയ്തെടുക്കുന്ന ഒരു പടയാണ് അക്ഷൗഹിണി പടയെന്ന്. ഈ അക്ഷൗഹിണി പടയ്ക്കുള്ളിൽ ആരെ കൊണ്ടുവരണം? ഈ പാണ്ഡവരെ മൊത്തവും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? അവരെ തകർക്കുക, ഒന്നിച്ച് തകർക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം.
അപ്പം ഇതിലെങ്ങനെ കയറിയാൽ എങ്ങനെ ഇറങ്ങിപ്പോകും എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ചർച്ചയായിരുന്നു. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്ത് സുഭദ്ര എന്ത് ചെയ്ത് ഉറങ്ങിപ്പോയപ്പം നമ്മുടെ ആ വയറ്റിൽ കിടന്ന അഭിമന്യു ഉറങ്ങിപ്പോയി. അകത്തേക്ക് കയറാനറിയാം, കയറുന്നവരെ കേട്ടു, പക്ഷെ തിരിച്ചിറങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് കേട്ടില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ക്യാരക്ടർ, അറിഞ്ഞല്ലോ. ഇനി രണ്ടാമത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രഹ്മാസ്ത്രത്തെ പറ്റി പറയുന്നുണ്ട്. ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് ഈ ബ്രഹ്മശിരാസ്ത്രം എന്നാണ് അതിനെ പറയുന്നത്. ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് ശിവൻ അഗസ്ത്യമുനിക്ക് കൊടുത്തതാണ്. ശിവൻ, നമ്മുടെ ഭഗവാനായ ശിവൻ അഗസ്ത്യമുനിക്ക് കൊടുത്ത ഒരു വരമാണ് ഇതെന്ന് പറയുന്ന ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്. അഗസ്ത്യമുനി എന്ത് ചെയ്തു? ഇത് ദ്രോണർക്കും അർജുനനും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്, ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ ഈ ചക്രവ്യൂഹം എന്ന് പറയുന്ന യോദ്ധാക്കളെ യുദ്ധക്കടത്തിൽ ഒന്നിച്ചണിനിരത്തിയിട്ട് ഉള്ള ഒരു സമ്പ്രദായമാണ് ചക്രവ്യൂഹം എന്ന് പറയുന്നത്. ഈ ചക്രവ്യൂഹത്തിനുള്ളിൽ അകപ്പെട്ടു പോയാൽ വെളിയിലിറങ്ങാൻ നിർവാഹമില്ല. അതായത് ചക്രവ്യൂഹത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അവൻ മരിച്ചു എന്നാണ് അവിടെ അർത്ഥം. അതായത് ചക്രവ്യൂഹം എങ്ങനെ ഭേദിക്കണം, ചക്രവ്യൂഹത്തിനുള്ളിൽ കയറിയാൽ ചക്രവ്യൂഹത്തെ തകർത്തിട്ട് എങ്ങനെ വെളിയിൽ ഇറങ്ങണം എന്ന് ശ്രീകൃഷ്ണൻ അർജുനന് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇത് അർജുനന് മാത്രമേ അറിയാവൂ. ഇത് അർജുനൻ കയറിയാൽ മാത്രമേ അർജുനന് വെളിയിലിറങ്ങാൻ പറ്റുള്ളൂ, ചക്രവ്യൂഹത്തെ ഭേദിച്ച് വെളിയിലിറങ്ങാൻ പറ്റുള്ളൂ. ഈ ഒരു ചക്രവ്യൂഹം ഭേദിക്കണം, അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് അതായത് നമ്മൾ പറഞ്ഞു മഹാഭാരത കഥയിലെ മെയിൻ ക്യാരക്ടർ ഒരു അഭിമന്യു ഉണ്ട്. ഈ അഭിമന്യു എന്ന് പറയുന്നത് കൗരവ പാണ്ഡവ യുദ്ധത്തിൽ നടക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ വീട്ടിലൊരു ഡിസ്കഷനായിരുന്നു. എന്തിനെപ്പറ്റി? ചക്രവ്യൂഹം ചമയ്ക്കുന്നതിനെ പറ്റി, ചക്രവ്യൂഹത്തിൽ നിന്ന് വെളിയിലിറങ്ങുന്നതിനെ പറ്റി. ചക്രവ്യൂഹം കൗരവരുണ്ടാക്കിയിരുന്ന ഒരു അക്ഷൗഹിണി സേനയിൽ അങ്ങോട്ട് ചേർന്നതായിരുന്നു. അപ്പോൾ അതിനെങ്ങനെ വെളിയിലിറങ്ങണം എന്നുള്ളതിനെ പറ്റി ഒരു ഡിസ്കഷൻ നടക്കുകയായിരുന്നു. ആ സമയത്ത് സുഭദ്ര ഇത് കേട്ടു. സുഭദ്രയുടെ ഉദരത്തിൽ ആരുണ്ടായിരുന്നു? നമ്മുടെ അഭിമന്യു ഉണ്ടായിരുന്നു. ഇത് കേട്ടു, ഇത് എങ്ങനെ വെളിയിലിറങ്ങണം എന്നുള്ളതിനെ. അപ്പോൾ ഈ കൗരവ പാണ്ഡവ യുദ്ധം ഭയങ്കരമായി നടക്കുന്നു. അഭിമന്യു ജനിച്ചു. അഭിമന്യു വലിയ പ്രായമൊന്നുമില്ല. അഭിമന്യു ചക്രവ്യൂഹം ചമയ്ക്കുന്ന കാര്യങ്ങൾ അഭിമന്യു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു പോയി. അതാണ് ഈ ടൂട്ടാപഹി എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അത്രയും നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്കപ്പോഴത്തേക്ക് ചാപ്റ്റർ തുടങ്ങി വരാം. ടൂട്ടാ പഹ്യ ധർമ്മവീർ ഭാരതി. നോക്കിയേ, മൈ രദ്ക്കാ ടൂട്ടാ ഹുआ पहिया हूँ लेकिन मुझे फेंगो मत, क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए। अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहंदी आवाज़ को अपने ब्रह्मास्त्रों से कुचल देना चाहे तब मैं रद का टूटा हुआ पहिया. അത്രയും നോക്കിയിരിക്കുക. മൈ രദ് കാ ടൂട്ടാ ഹുവാ पहिया हूँ. ഞാൻ രദ് കാ ടൂട്ടാ ഹുവാ पहिया हूँ. ഞാൻ ഒരു രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാകുന്നു. പഹിയ മീൻസ് വീൽ. രഥം അറിയാമല്ലോ, രഥത്തിൻ്റെ ഒരു പൊട്ടിയ ചക്രമാകുന്നു. ഫ്രണ്ടിലൊരു മൈം വന്നു. എൻഡ് ചെയ്തത് എങ്ങനെയാണ് സെൻറ്റൻസ്? ഹൂം. മൈം സ്റ്റാർട്ട് ചെയ്താൽ എന്തിൽ എൻഡ് ചെയ്യും? ഹൂമിൽ എൻഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പം മൈ രദ്ക്കാ ടൂട്ടാ ഹുവാ പഹിയാ ഹൂം. ഞാൻ രഥത്തിൻ്റെ ഒരു പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുച്ചേ ഫേങ്കോ മത്. എന്നാൽ ലേക്കിൻ എന്നെ എടുത്തെറിയരുത്. ഫേങ്കോ മത് മീൻസ് നോ, നഹീം. എന്നെ എടുത്ത് എറിയരുത്. എന്നെക്കൊണ്ട് പ്രയോജനമൊക്കെ വരും, അതുകൊണ്ട് എടുത്ത് എറിയല്ലേ. അതായത് അറ്റ്ലീസ്റ്റ് ഒരു പട്ടി ഓടിപ്പോയാൽ പോലും നമുക്കൊരു കല്ലെടുത്തെറിയുന്നതിന് പകരം നമ്മുടെ കയ്യിലൊരു കുടയുണ്ട് എടുത്ത് അടിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ നിങ്ങളെടുത്ത് എറിയരുത്. ക്യാ ജാനെ കബ് ഇസ് ദുരൂഹ ചക്രവ്യൂഹ് മേ അക്ഷൗഹിണി സേനാവോं को चुनौती देता हुआ. ക്യാ ജാനെ, ആർക്കറിയാം. എന്താണ് പറയുന്നത്? ഇവിടെ പറയുകയാണ് ക്യാ ജാനെ, ആർക്കറിയാം. എന്തറിയാം? ഈ ദുരൂഹ ചക്രവ്യൂഹമേ, ഈ മനസ്സിലാക്കാൻ പറ്റാത്ത ഈ ചക്രവ്യൂഹത്തിൽ, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ അക്ഷൗഹിണി സേനാവോങ്കോ, ഈ അക്ഷൗഹിണി സേനകളെല്ലാം, അതായത് ഞാൻ പറഞ്ഞു 1000 കണക്കിന് കുതിരപ്പടകളുണ്ട്, കാലാൾപ്പടകളുണ്ട്, അങ്ങനെയുള്ള ആ സേനകളെല്ലാം കൂടെ ചേർന്ന ചുനോത്തി ദത്തേ ഹുയി, അവരെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ കിർജായേ. എന്താ? ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ അഭിമന്യു എന്ത് ചെയ്തു? ഇതിൽ വന്ന് വളയം ചെയ്യപ്പെടാം. അതായത് നമുക്കറിയാം ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ, അതായത് നിരായുധനായ ഒരാൾക്ക് എന്താണ്
ഒന്നും പറ്റിയില്ല എങ്കിൽ നമുക്കറിയാം ഈ നമ്മുടെ കയ്യിൽ നമ്മുടെ ആർക്ക് നിരായുധനാണ്? നമ്മുടെ അഭിമന്യു നിരായുധനാണ്. പക്ഷേ ഈ ആർക്കറിയാം ഈ ദുരൂഹ ചക്രവ്യൂഹത്തിൽ, അതായത് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തായിട്ടുള്ള ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ എന്ത് ചെയ്യാം? അക്ഷൗഹിണി സേനകളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ആര് വന്ന് കോയി ദുസ്സാഹസി, ഏതോ ഒരു ദുസ്സാഹസിയായ അഭിമന്യു ആക്കർ കിർജായി, അഭിമന്യു വളയപ്പെടുന്നതെന്ന് ആർക്കറിയാം? അഭിമന്യുവിനെ പോലുള്ള ഏതെങ്കിലും പാവങ്ങളായ ആൾക്കാർ വന്ന് വളയം ചെയ്യപ്പെടുന്നു എന്നുള്ള ഇതൊരു മാനുഷിക പ്രതീകമാണ്. നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വെറും പാവങ്ങളായിരിക്കാം അല്ലേ? നമ്മുടെ ചുറ്റുപാട് നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ? നമുക്കിപ്പോൾ തന്നെ അറിയാം, നമുക്കൊരു വീട് അനുവദിച്ചാൽ നമ്മുടെ വീട് ഇല്ലാതാക്കാൻ ആളുണ്ട് ഇല്ലേ? നമ്മൾ സർക്കാരിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. എന്ത് ചെയ്ത് ഈ ദുരൂഹ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു അഭിമന്യുവിനെ അക്ഷൗഹിണി സേനകളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു അഭിമന്യു ഇതുപോലെ വളയപ്പെട്ട് പോകാം എന്നാണ് പറയുന്നത്. അപ്പനെ പക്ഷിക്കോ അസത്യ ജാനത്തെ ഹുയേ, തൻ്റെ പക്ഷത്ത് അസത്യമുണ്ടെന്ന് അറിയാമെങ്കിൽ പോലും നമുക്കറിയാം കൗരവർ ഫുൾ ടൈം കള്ളത്തരങ്ങത്തിൻ്റെ ആൾക്കാരാണ്. കാര്യം എന്താ? കൗരവയുദ്ധം ഘോരമായി നടക്കുന്ന സമയത്ത് കൗരവർ ഒരു ദിവസം തോറ്റുപോകുമെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ കൗരവരിൽ നിന്ന് വെല്ലുവിളിച്ചു. അശ്വത്ഥാമാവ് പിന്നെ ഇച്ചിരി കഴിഞ്ഞേ പറഞ്ഞോളൂ എന്ന ആന. പാണ്ഡവ സഭയിൽ അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പാണ്ഡവർ എന്ത് ചെയ്തു? അവർ യുദ്ധം നിർത്തി അവിടെ. കാര്യം എന്താ? അവരുടെ കൂട്ടത്തിൽ ഒരാളാണ്, ഏറ്റവും മെയിൻ ക്യാരക്ടർ ഒരാൾ മരിച്ചതെന്ന് വിചാരിച്ചു. അശ്വത്ഥാമാവ് എന്ന് മാത്രമേ പറഞ്ഞോളൂ, എന്ന ആന എന്ന് കുറച്ച് കഴിഞ്ഞേ പറഞ്ഞോളൂ. അപ്പം അതുവരെയും ആർക്കറിയാം? നമ്മുടെ കൗരവർക്കറിയാം. അസത്യ ജാനത്തെ ഹുയെ, അപ്പനെ പക്ഷിക്കോ അസത്യ ജാനത്തെ ഹുയെ, തൻ്റെ പക്ഷത്ത് അസത്യമുണ്ടെന്നറിയാം എങ്കിലും ബഡേ ബഡേ മഹാരഥി, വലിയ മഹാരഥന്മാർ അകേലി നിഹന്തി ആവാസ്കോ, എന്താ ഒറ്റയ്ക്ക് നിരായുധനായി നിൽക്കുന്നു. പിന്നെയോ നിഹന്തി ആവാസ്കോ, ആ നിരായുധരായ ആൾക്കാരുടെ സൗണ്ട് അപ്പനി ബ്രഹ്മാസ്ത്രവും കുജൽ ദേനാ ചാഹേ, തൻ്റെ അപ്പനെ ബ്രഹ്മാസ്ത്രവും തൻ്റെ ബ്രഹ്മാസ്ത്രത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ചവിട്ടി അപ്പനെ അകേലി നിഹന്തി ആവാസ്കോ, തൻ്റെ ആ ബ്രഹ്മാസ്ത്രത്തെ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ചവിട്ടി മെതിക്കാൻ പറ്റും. അതായത് ഒരു നിരായുധനാണ് ആര്? നമ്മുടെ അഭിമന്യു നിരായുധനാണ്. അതുകൊണ്ട് അഭിമന്യു എന്ത് ചെയ്യുന്നുണ്ട്? ആ ബ്രഹ്മാസ്ത്രത്തെ കൊണ്ട് കുജൽ ദേനാ ചാഹേ, ചവിട്ടി മെതിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് എവിടെ നിന്നുള്ള? കൗരവരുടെ കയ്യിലുണ്ടാകുന്നതാണ്. ആയുധമില്ലാത്ത നമ്മുടെ അഭിമന്യു ബ്രഹ്മാസ്ത്രത്തെ പോലും എതിർക്കുകയാണ് അവിടെ നിന്ന് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് അത്രയും കഷ്ടപ്പാട് ആരനുഭവിച്ചു? നമ്മുടെ അഭിമന്യു. ആരുടെയാ? നമ്മുടെ സ്വന്തം കയ്യിൽ അസത്യമുണ്ടെന്നറിയാം. ആർക്കറിയാം? കൗരവർക്കറിയാം. എന്നിട്ടും കൗരവർ എന്ത് ചെയ്യുകയാണ്? ഇവനെ നിരായുധനായവരെ ആക്രമിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും ചവിട്ടി മെതിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നമുക്കറിയാം, ഞാൻ രഥത്തിൻ്റെ ഒരു പൊട്ടിയ ചക്രമാണ്, ആ ചക്രമായത് എന്നെ എടുത്തെറിയരുത്. പിന്നെയോ ക്യാജാനെ, ആർക്കറിയാം എപ്പോഴാണ് എന്നെ കൊണ്ട് ആവശ്യം വരുന്നതെന്ന്. അതായത് അക്ഷൗഹിണി സേനകളെല്ലാം കൂടെ വെല്ലുവിളിച്ചുകൊണ്ട് അഭിമന്യുവിനെ പോലെ കുറച്ച് അതായത് മാനുഷിക പ്രതീകമാണ്. അത് അഭിമന്യുവിനെ പോലെ കുറച്ച് ആൾക്കാർ ചൂഷണത്തിൽ അകപ്പെട്ടു പോകാം ഇല്ലേ? ഈ ചൂഷണ വർഗത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോകാം. അങ്ങനെയുള്ള സ്വന്തം വശത്ത് അസത്യമുണ്ടെന്ന് അറിയാം എങ്കിൽ പോലും എന്താണ് അവർ ചെയ്യുന്നത്? എന്താണ്? ചവിട്ടി മെതിക്കണം. നിരായുധനെ ഒന്നും ചെയ്യരുതെന്നാണ് യുദ്ധത്തിൻ്റെ കണ്ടീഷൻ. പക്ഷേ എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ അത് ചെയ്യുന്നു. അതാണ് പറഞ്ഞത്. അത്രയും ഓക്കെ ആയി കാണുമായിരിക്കുമല്ലോ. എന്തുവരായി നമ്മൾ പറഞ്ഞു? അഹേലി നിഹന്തി ആവാസ് കാ അപ്പനെ ബ്രഹ്മാസ്ത്രം സെ കുജൽ ദേനാ ചാഹി. അകേലി നിഹന്തി ആവാസ്കോ, നിരായുധനായി ഒറ്റയ്ക്ക് നിൽക്കുന്ന അഭിമന്യുവിനെ എന്ത് ചെയ്തു? അഭിമന്യുവിനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ആര് നേരിട്ടു? കൗരവർ നേരിട്ടു അല്ലേ? കൗരവർ അഭിമന്യുവിനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് തളച്ചു. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെയും പറയുകയാണ് എന്താ? ഈ ബ്രഹ്മാസ്ത്രത്തെ പോലും ചവിട്ടി മതിക്കാൻ ആർക്ക് പറ്റും? നമ്മുടെ ടൂട്ടാ ഹുവാ പഹിയയ്ക്ക് പറ്റും ഇല്ലേ? നമുക്ക് നോക്കാം. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति
സഹസാ छूट पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. എന്താ തബ് മൈ രദ്ക്കാ ടൂട്ടാ ഹുവാ പഹിയ. തബ് മയും, പക്ഷേ എന്താണ് അപ്പോഴും ഞാൻ രദ്ക്കാ ടൂട്ടാ ഹുവാ പഹിയാഹെ, ഞാൻ രഥത്തിൻ്റെ ആരാകുന്നു? പൊട്ടിയ ചക്രമാകുന്നു. ഞാൻ എപ്പോഴും പൊട്ടിയ ചക്രം തന്നെയാണ് രഥത്തിൻ്റേത്. ഉസ്കേ ഹാത്തോമേം, അവൻ്റെ കൈകളിൽ ബ്രഹ്മാസ്ത്രോങ്കെ ലോഹാ ലേ സക്താഹേ, ഞാൻ പൊട്ടിയ ചക്രമാണെങ്കിൽ പോലും അവൻ്റെ കൈകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഉള്ള ബ്രഹ്മാസ്ത്രത്തെ പോലും ലോഹാ ലേ സക്താഹും, ധീരമായി നേരിടാൻ എനിക്ക് പറ്റും അല്ലേ? ഞാൻ ചക്രത്തിൻ്റെ എന്താണ്? ഒരു പൊട്ടിയ ചക്രമാണെങ്കിൽ പോലും എന്താ കഷ്ണം കൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തെ നേരിടാൻ പറ്റും അല്ലേ? അതായത് ബ്രഹ്മാസ്ത്രം വരുമ്പോൾ നമുക്ക് ടൂട്ടാ ഹുവാ പഹിയ, ഈ പൊട്ടിയ ചക്രം കൊണ്ട് എന്ത് ചെയ്ത് ആ ബ്രഹ്മാസ്ത്രത്തെ എന്ത് ചെയ്യാൻ പറ്റും? നേരിടാൻ പറ്റും. പിന്നെയോ ലോഹാ ലേ സക്ത മീൻസ് നേരിടുക എന്നുള്ള, ധീരമായി നേരിടുക എന്നൊക്കെയാണ് അർത്ഥം. മൈ രദ്ക്കാ ടൂട്ടാ ഹുവാ പഹിയാഹൂം ലേക്കിൻ മുച്ചേ ഫേങ്കു, പിന്നെയും പറയുകയാണ് മൈ രദ്ക്കാ ടൂട്ടാ ഹുവാ പഹിയാഹൂം, ഞാൻ രഥത്തിൻ്റെ എന്താകുന്നു? ഒരു പൊട്ടിയ ചക്രമാകുന്നു. പിന്നെയോ ലേക്കിൻ മുച്ചേ ഫേങ്കോ മത്, പക്ഷേ എന്നെ എടുത്ത് എറിയരുത്. പൊട്ടിയ ചക്രമാണെങ്കിൽ പോലും എന്നെ എടുത്ത് എറിയരുത്. ഇതിഹാസോങ്കി സാമൂഹ്യഗതി സഹസാ ചൂട്ടി പട് ജാനെ പർ. ഇതിഹാസോങ്കി, ഇതിഹാസ് മീൻസ് ചരിത്രം, ഹിസ്റ്ററിയുടെ സാമൂഹ്യഗതി, ആ സാമൂഹ്യഗതി സഹസ മീൻസ് അചാനക്, പെട്ടെന്ന്. സഹസ അനന്തര വേർഡ് അചാനക്, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ചൂട്ടി പട് ജാനെ പർ, തെറ്റായി മാറുമ്പോൾ എന്ത് ചെയ്യാം? ക്യാ ജാനെ സച്ചായി ടൂട്ടേ ഹുയേ പഹിയോं का आश्रय ले. ഇതിഹാസത്തിൻ്റെ ചരിത്രത്തിൻ്റെ സാമൂഹ്യ ഗതി പെട്ടെന്ന് തെറ്റായി മാറിപ്പോകുമ്പോൾ സത്യത്തിന് എന്തുകൊണ്ട്? ആ മാനുഷിക മൂല്യങ്ങളാകുന്ന തകർന്ന ചക്രത്തെ ആശ്രയിക്കേണ്ടി വരും. അതായത് സത്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? തകർന്ന ചക്രത്തെ ആശ്രയിക്കേണ്ടി വരും. ഇവിടെ പറഞ്ഞത് എന്താണ്? ഈ കൗരവർ ജയിച്ചിരുന്ന മൊത്തം എന്താണ്? അസത്യം കൊണ്ടാണ്. പക്ഷേ സത്യമാകുന്ന രഥത്തിൻ്റെ ചക്രം കൊണ്ട് ആര് നേരിടാൻ ശ്രമിച്ചു? നമ്മുടെ അഭിമന്യു നേരിടാൻ ശ്രമിച്ചു. അതാണ് പറയുന്നത് ചരിത്രത്തിൻ്റെ എന്തുകൊണ്ട്? സാമൂഹ്യ ഗതി തെറ്റായി വരുമ്പോൾ സത്യത്തിന് തകർന്ന ചക്രത്തെ ആശ്രയിക്കേണ്ടി വരും. അർത്ഥം എപ്പോഴും ഇനി എത്ര അസത്യം കാണിച്ചാലും എന്തേ ജയിക്കുകയുള്ളൂ? സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. ഇനി എത്ര നാൾ കഴിഞ്ഞാലും സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ. അതായത് സത്യത്തിൻ്റെ ഒരു മഹത്വത്തെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ആ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം എന്ന് പറയുന്നത് എന്താണ്? ആ പൊട്ടിയ ചക്രത്തിൻ്റെ ഒരു മഹത്വത്തെയാണ് കവി ഇവിടെ പ്രതിപാദിക്കുന്നത്. അതായത് നമ്മൾ രഥത്തിൻ്റെ ഒരു പൊട്ടിയ ചക്രമുണ്ട്. നമ്മൾ സൈക്കിളിൻ്റെ ട്യൂബ് പൊട്ടിയാൽ ആ ചക്രം എടുത്തു കഴിഞ്ഞാൽ 4 പ്രാവശ്യം ആകാശത്തോടൊക്കെ ഒന്ന് കറക്കിപ്പോയാലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അടിക്കാൻ വന്നാൽ നമ്മളൊന്ന് എടുത്ത് എറിയോ കറക്കി കാണിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും ഇല്ല? നമുക്ക് രക്ഷപ്പെടാം, നമ്മൾ സ്വയം രക്ഷയ്ക്ക് പറ്റും. അതുപോലെ തന്നെയാണ് ഈ രഥത്തിൻ്റെ ഒരു പൊട്ടിയ ചക്രമാണ് എങ്കിൽ പോലും അതിന് എന്ത് ചെയ്യരുത്? വലിച്ചെറിയൽ. കാരണം പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പൊട്ടിയ ചക്രത്തെ കൊണ്ട് ഉപയോഗം ഉണ്ടാകും. അതായത് ചരിത്രത്തിൻ്റെ ഗതി അപ്രതീക്ഷിതമായി പലപ്പോഴും മാറിപ്പോകാം. ചരിത്രത്തിൻ്റെ ഗതി പലപ്പോഴും മാറാൻ പറ്റും ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ചരിത്രത്തിൻ്റെ സാമൂഹിക നീതി പെട്ടെന്ന് തെറ്റായി മാറുമ്പോൾ എപ്പോഴും എന്താണ്? തകർന്ന ചക്രത്തെ, സത്യത്തിന് എപ്പോഴും തകർന്ന ചക്രത്തെ ആശ്രയിക്കേണ്ടി വരും. അതായത് തകർന്ന ചക്രമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സത്യത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. അത്രയുമാണ് പറയുന്നത്. ധർമ്മവീര ഭാരതി എന്ന് പറയുന്ന നമ്മുടെ കവി നല്ല വ്യക്തമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സത്യമാണ് എപ്പോഴും ജയിക്കുന്നത്. എപ്പോഴും എന്തേ ജയിക്കുകയുള്ളൂ? സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. സത്യത്തിന് മാത്രമാണ് എന്തുള്ളത്? മാനുഷിക മൂല്യങ്ങൾ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് നിങ്ങളുടെ എക്സർസൈസ് കോളം നോക്കാം. നെക്സ്റ്റ് പേജിൽ अपने पक्ष को असत्य जानते हुए बड़े बड़े महारथी अकेली निहंदी आवास को अपने ब्रह्मास्त्रों से कुचल देना चाहिए. നിങ്ങൾ ആദ്യത്തെ സ്റ്റാൻസ് പഠിച്ചു. അതിൻ്റെ ആശയം ഇൻ പങ്ക്തിയോങ്ക ആശയപ്പർ ചർച്ച കരി. ഈ പങ്ക്തിയുടെ ആശയം എന്തായിരുന്നു? നമുക്കറിയാം, അവിടെ ഇവിടെ വലിയ വലിയ മഹാരഥന്മാർ കാണും, വലിയ വലിയ വ്യക്തികൾ കാണാം. പക്ഷേ എന്തിനാണ് ഈ ഇവരുടെ എല്ലാ ഇടയിൽ എന്താണ്? സത്യം അസത്യമാണെന്ന് അറിയാമെങ്കിൽ പോലും എന്നിട്ട് അവരെന്ത് ചെയ്തു? നമ്മുടെ അഭിമന്യുവിനെ തളച്ചു. ഇത് ടൂട്ടാപ്പഹി എന്ന പാഠത്തിൻ്റെ ആസ്വാദന ടിപ്പണിയാണ്. ഈ ആസ്വാദന ടിപ്പണി എന്ന് പറയുമ്പം നിങ്ങൾ ഓർക്കേണ്ടത്, ഈ ആസ്വാദന ടിപ്പണിയോടൊപ്പം തന്നെ ഈ
പാസേജിൻ്റെ 3 നിങ്ങൾക്ക് വർക്ക്ഷീറ്റായിട്ട് നിങ്ങളുടെ പാഠത്തിൽ 3 തന്നിട്ടുണ്ട്, അതായത് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഒന്ന്, അപ്പനെ പക്ഷിക്കോ അസത്യ ജാനത്തെ ഹുയെ ബഡേ ബഡേ മഹാരഥി, ഇവിടെ തുടങ്ങി കുജൽ ദേന ചാഹി, ഒന്നാമത്തെ അതാണ്. ഇൻ പങ്ക്തിയോങ്ക ആശയ പർ ചർച്ച കരി, ഈ പങ്ക്തിയുടെ ഈ വരികളുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തബുമൈ രദിക ടൂട്ടാ ഹുआ पहिया उसके हाथों में, അതും ഇൻ പങ്ക്തിയോ में ചർച്ചിത് പൗരാണിക സന്ദർഭ വർത്തമാൻ പരിവേശ് में कहाँ तक प्रासंगिक है. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിഹാസോങ്കി സാമൂഹിക ഗതി എന്ന് കിടന്നിട്ട് ഇൻ പങ്ക്തിയോ സെ കവി ക്യാ ബതാന ചാഹത്താ ഹെ, ഈ കവിതയിൽ കവി എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് 3 ക്വസ്റ്റ്യനും കൂടെ ചേർത്താണ് ആസ്വാദൻ ടിപ്പണി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ 3 കൂടെ ചേർത്താണ് ആസ്വാദൻ ടിപ്പണിയിൽ എഴുതിയിരിക്കുന്നത്. ആ 3 കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുന്നതിന് പകരം ഒരു ആസ്വാദൻ ടിപ്പണി പഠിച്ചാൽ മതി. ഇനി ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. ടൂട്ടാ പഹിയ ആസ്വാദൻ ടിപ്പണി. ടൂട്ടാ പഹിയ ഹിന്ദിക്ക് പ്രമുഖ കവി ഹെ ധർമ്മവീർ ഭാരതി, ഹിന്ദിയിലെ പ്രമുഖമായ ഒരു കവിയാണ് ധർമ്മവീർ ഭാരതി. അതുപോലെ ഭാരതിജിക്ക് പ്രമുഖ കവിത ഹെ ടൂട്ടാ പഹിയ, ഭാരതിജി ധർമ്മവീർ ഭാരതിജിയുടെ പ്രമുഖമായ ഒരു കവിതയാണ് ടൂട്ടാ പഹിയ. യഹ് ടൂട്ടാ പഹിയ കി പങ്ക്തിയാം ഹെ, ഇത് ടൂട്ടാ പഹിയയിലെ വരികളാകുന്നു. ദുരൂഹ് ആസ്വാദൻ ടിപ്പണിയാണ് എഴുതിയിരിക്കുന്നത്. ദുരൂഹ് ചക്രവ്യൂഹമേം അഭിമന്യു ഫസ് ജാത്താ ഹെ, युद्धक्षेत्र में निरायुध खड़े योद्धा से लड़ना अधार्मिक माना जाता था, लेकिन सफ़ी महारथी एक साथ अभिमन्यु से लोहा लेता है. हमारे समाज की हालत भी ऐसी है, शासक वर्ग के विरुद्ध आवाज़ उठाने वाला शोषित जन को वे कुचल डालते हैं. മീനിങ്സ് ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. ദുരൂഹ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു പോയ അഭിമന്യു അകപ്പെട്ടു പോയി. ഫസ്റ്റ് ജാന അകപ്പെടുക. ദുരൂഹ ചക്രവ്യൂഹത്തിൽ അഭിമന്യു അകപ്പെട്ടു പോയി. യുദ്ധക്ഷേത്രമേ നിരായുധ ഖടേ യോദ്ധ, യുദ്ധക്ഷേത്രത്തിൽ ആയുധമില്ലാതെ നിൽക്കുന്ന യോദ്ധാവിന് ലഡ്ന അധാർമിക മാനാ ജാത്താ ഹെ, യോദ്ധാവിനോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ധർമ്മപരമല്ല, നീതിപരമല്ല. അതായത് കയ്യിൽ ആയുധമില്ലാത്തവനെ ഉപദ്രവിക്കരുത് എന്നാണ് യുദ്ധത്തിൻ്റെ കണ്ടീഷൻ. ഇവിടെ അഭിമന്യുവിന് ആയുധം ഇല്ല. ലേക്കിൻ എന്നാൽ സഭി മഹാരഥി, എല്ലാ മഹത് വ്യക്തികളും ഏക് സാത്ത് ഒന്നിച്ചു ചേർന്ന് അഭിമന്യുവിനെ ലോഹാലേത്താഹെ നേരിട്ടു. ഹമാരെ സമാജ് കി ഹാലത്ത് ഫി ഏസി ഹെ, നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. ശാസക വർഗക്കെ വിരുദ്ധ ആവാസ് ഉഡാനെ വാല ശോഷിത് ജൻകോ, ശാസക വർഗ അതായത് ഉന്നത വർഗക്കാർ വിരുദ്ധ അവരെ എതിർത്ത് ആവാസ് ഉഡാനെ വാലെ സൗണ്ട് പുറപ്പെടുവിക്കുകയാണെങ്കിൽ, അവരെ വിരോധിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, അങ്ങനെയുള്ള ശോഷിത ജനങ്ങളെ കുജൽ ഡാൽത്തേഹ് ചവിട്ടി മെതിക്കുകയാണ് നമ്മുടെ ഉയർന്ന ജാതിക്കാർ ചെയ്യുന്നത്. ജാതി എന്നുദ്ദേശിക്കുന്നത് ശാസക വർഗക്കാർ. അതായത് നമുക്കറിയാം രാജകൊട്ടാരത്തിലൊക്കെ എങ്ങനെയാണ്, രാജാവ് ഉത്തരവിടും, പടകൾ പോയി യുദ്ധം നയിച്ചിട്ട് വരും, പടകളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് ആരും ഇല്ലാതെ വരും, രാജാവ് അവിടെ തന്നെ ഇരിക്കും. ഇവിടെ അതുപോലെ കുറച്ച് ശൂഷണ വർഗ്ഗക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തേർഡ് സ്റ്റാൻസ എന്ന് പറയുന്നത്, ഇസ്മേ ടൂട്ടാ പഹിയ കൗത്തേ ഹൈക്കി മുച്ചെ മത് ഫേങ്കിന, ടൂട്ടാ പഹിയ പറയുകയാണ്, മുച്ചെ എന്നെ എടുത്ത് എറിയരുത്, മുച്ചെ മത് ഫേങ്കിന എന്നെ എറിയരുത്. കുരുക്ഷേത്ര में महारथियों के ब्रह्मास्त्रों से लोहा लेने के लिए वीर अभिमन्यु ने, എങ്ങനെ എറിയരുതെന്ന്, എന്നെ നിസ്സാരനായിട്ട് എടുത്തെറിയരുത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ മഹാരഥികളെല്ലാം എന്ത് ചെയ്ത്, ബ്രഹ്മാസ്ത്രവും സെ ലോഹാ ലേനെ കേലി, ബ്രഹ്മാസ്ത്രം കുരുക്ഷേത്ര യുദ്ധത്തിലെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് എതിരിടുന്നതിന് വേണ്ടി വീര അഭിമന്യുവിന് ആക്കിർ മേരാ സഹാര ലിയ ദാഹ, ചിലപ്പം വീര അഭിമന്യുവിന് എന്നെ ഉപയോഗപ്പെട്ടെന്നിരിക്കാം. ഏതാ, കുരുക്ഷേത്രത്തിൽ മഹാരഥന്മാർ എതിർത്ത് വിടുന്ന ബ്രഹ്മാസ്ത്രത്തെ തടുക്കാൻ ചിലപ്പോൾ നിസ്സാര വസ്തുവായി എന്നെ കൊണ്ട് പറ്റിയെന്നിരിക്കാം, എന്നെ എടുത്ത് എറിയരുത്. शासक वर्ग अपने अधिकार और शक्ति से आम जनता की आवाज़ और ज़रूरतों को कुचल देते वक्त मानव मूल्यों की सहायता से हम उस शोषण से बच पाए हैं. शासक वर्ग, നമ്മുടെ ശാസകവർഗ അപ്പനെ അധികാർ സെ തൻ്റെ അധികാരവും അവർ ശക്തിയും കൊണ്ട് ആം ജനതാക്കി സാധാരണ ജനതകൾക്ക് ആവാസ് അവർ സരൂരത്വങ്കോ കുജൽ ദേത്തെ വക്ത് അവരെ അവരുടെ പ്രവർത്തികളും വാക്കുകളോ കൊണ്ട് അടിച്ചമർത്തുന്ന സമയത്ത് മാനവ മൂല്യോങ്കി മനുഷ്യൻ്റെ മാനുഷിക മൂല്യങ്ങൾക്ക് സഹായദാസേ ഹം ഉസ് ശോഷൻ ബച്ച് പായേ ഹെ, മാനവ മൂല്യങ്ങൾ ചിലപ്പോൾ സഹായപ്പെട്ടെന്നിരിക്കാം. അതായത് ധർമ്മത്തിൻ്റെ മാർഗ്ഗം എപ്പോഴെങ്കിലും ജയിച്ചെന്നിരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ധർമ്മമാർഗ്ഗമാണ് ഇവിടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഈ
ടൂട്ടാ പഹിയ എന്ന് പറയുന്നിരിക്കുന്നത്. മൂന്നാമത്തെ നിരായുധ അവർ അകേലെ അഭിമന്യു ആവാസ്കോ. നിരായുധനും അതുപോലെ ആയുധമില്ലാത്തവനും ഒറ്റയ്ക്ക് നിൽക്കുന്നതുമായ അഭിമന്യുവിനെ മഹാരഥിയോങ്കെ ബ്രഹ്മാസ്ത്രവും സെ കുചൽദേ. മഹാന്മാരെല്ലാം കൂടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് നേരിട്ടു. തപ അഭിമന്യുവിനെ രഥിക്കെ ടൂട്ടേ പഹിയസെ. അപ്പോൾ അഭിമന്യു ആ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം ഉൻ ബ്രഹ്മാസ്ത്രവും സെ ലോകാലിയ. ആ ബ്രഹ്മാസ്ത്രത്തെ തകർക്കുന്നതിന് വേണ്ടി എടുത്തു. ഉൻ ലോകോംനെ ആ ആൾക്കാർ എന്താ പറഞ്ഞിരിക്കുന്നത്? യുദ്ധക്കി ധാർമ്മികത പുൽക്കർ. യുദ്ധത്തിൻ്റെ ധർമ്മപരമായ കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഏസാക്കിയാഹെ. യുദ്ധത്തിൻ്റെ ആ നീതിപരവും കുറേ കണ്ടീഷൻസുകളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ മറന്നിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇസി പ്രകാർ ഇത്തരത്തിൽ മാനവ സംസ്കൃതിക്ക് മനുഷ്യ സംസ്കാരം ഇതിഹാസ്കി സാമൂഹിക ഗതിക്കോ എകായൊക്കെ ചൂട്ടിപ്പെടുത്തി. മനുഷ്യൻ്റെ സാമൂഹിക ഗതി ചിലപ്പോൾ പെട്ടെന്ന് മാറിപ്പോയെന്നിരിക്കാം. തബ് സച്ചായി ശായത് മൂല്യരൂപി മാനവ മൂല്യരൂപി ടൂട്ടേ പഹിയേക്ക സഹാര ലേനാപ്പെടുത്താൻ. അപ്പോൾ ഈ മാനവ മൂല്യങ്ങൾക്കാണ്, അതായത് മാനവ മൂല്യങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ടൂട്ടാ പഹിയാണ്. അതിനെ ചിലപ്പോൾ പലപ്പോഴും ആശ്രയിക്കേണ്ടി വന്നെന്നിരിക്കാം. അതായത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഗതി മാറിപ്പോയെന്നിരിക്കാം. അപ്പം മാറിപ്പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാനവ മൂല്യങ്ങളെ ആയിരിക്കും ഊന്നൽ കൊടുക്കേണ്ടതായി വരുന്നത്. ആ മാനവ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ടൂട്ടാ പഹി എന്നാണ് പറയുന്നത്. സമാജ് മേ ശോഷൺ അവർ അസമത്വ बढ़ते वक्त ആം ജനതാക്കോ മാനവ മൂല്യങ്ങൾക്ക് സഹാര ലേനാപ്പെടുത്താ ഹെ. ഈ ചൂഷണവർഗ്ഗങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അത് മാനവ മൂല്യങ്ങൾക്ക് നമ്മൾ അധികമായി മൂല്യങ്ങൾ കൊടുക്കണം. അതായത് സത്യം മാത്രമേ എന്നും ജയിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഈ പാസേജ് എന്ന് പറയുന്നത് ആസ്വാദന ടിപ്പണിയാണ്. ഈ ആസ്വാദന ടിപ്പണിക്കകത്ത് ആദ്യത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത് ഇത് ഇൻട്രൊഡക്ഷനാണ്. ഏത് ചോദിച്ചാലും ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എഴുതണം. നിങ്ങൾ എന്നിട്ട് ടെക്സ്റ്റിൽ കിടക്കുന്ന ഒരു 1-2 ലൈനും കൂടെ ധർമ്മവീർ ഭാരതിയെ പറ്റി കിടക്കുന്ന ഇൻട്രൊഡക്ഷൻ എഴുതണം. എഴുതിയിട്ട് ഇത് കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ സ്റ്റാൻസയുടെ മീനിങ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ വർക്കുണ്ട്, ആ വർക്കിൽ കിടക്കുന്ന ഒന്നാമത്തേൻ്റെ ആൻസറാണ്. ഇത് രണ്ടാമത്തേൻ്റെയാണ്. അടുത്തത് കിടക്കുന്നത് മൂന്നാമത്തേൻ്റെ ആൻസറുമാണ്. ആണല്ലോ? ഇങ്ങനെയാണ് നിങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരെണ്ണം പഠിച്ചാൽ മതി, ആസ്വാദന ടിപ്പണി മാത്രം പഠിച്ചാൽ മതി. ഇത് ഇത്രയും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. ഈ 3 നിന്ന് എവിടെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി ഇവിടെ തൊട്ട് താഴെ പ്രതീക് അവർ കിസ്ക പ്രതിനിധിത്വ കർത്തക്. അഭിമന്യു ആം ജനത, സാധാരണ ജനത. ടൂട്ടാ പഹി എന്തിൻ്റെ പ്രതീകമാണ്? മാനവ മൂല്യങ്ങളുടെ പ്രതീകമാണ്. ചക്രവ്യൂഹം എന്തിൻ്റെ പ്രതീകമാണ്? ശോഷൺ വർഗിൻ്റെ പ്രതീകമാണ്. ബ്രഹ്മാസ്ത്ര അത്യാചാരൻ്റെ പ്രതീകമാണ്. മഹാരഥി ശാസക വർഗത്തിൻ്റെ പ്രതീകമാണ്. ഇത്രയുമാണ് നിങ്ങൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ഓവറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനോടൊപ്പം സെൻഡ് ചെയ്യുന്നുണ്ട്.